ഇന്നൊരു ഊണിൻ്റെ കോമ്പിനേഷൻ ആയിക്കോട്ടെ കേട്ടോ. വലിയ ഗംഭീര ഊണൊന്നുമല്ല, ചെറിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചീര കൊണ്ട് ഒരു തോരനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചീര ഇതാ ഞാനിവിടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിന് കേട്ടോ പുറത്തടുപ്പിൽ. അപ്പോൾ അരി കഴുകിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വരുമ്പോൾ തന്നെ ചോറ് വെന്തോളും. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പടവലങ്ങയാണ് കേട്ടോ. പടവലങ്ങയും പരിപ്പും വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പടവലങ്ങ അതാ ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പുറന്തോലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കളയാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ പരിപ്പും പടവലങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ പുറന്തോലിയൊക്കെ ചുരണ്ടി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ 2 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ കുക്കറിൽ ആദ്യം പരിപ്പ് ഇട്ട് കൊടുക്കുക. പരിപ്പ് ഇട്ടിട്ട് പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ അരിഞ്ഞു വെച്ച ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് അതിലേക്ക് ഞാനിനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ കൂട്ടിയിട്ടൊന്ന് ചതച്ച് ഒരു അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കറി വെന്തിട്ടുണ്ട്. ഇനി കറി വെന്തപ്പം അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് തൂമിച്ചിട്ട് കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, നമ്മളിപ്പം ചീരിക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുത്തല്ലോ, തേങ്ങയും പച്ചമുളകും ഒക്കെ ചതച്ചത്, അതിന് കുറച്ച് തേങ്ങ ചതച്ചതും കൂടെ ചേർത്തിട്ടാട്ടോ മുട്ട പൊരിച്ചെടുത്തത്. അപ്പോൾ നല്ല സ്പെഷ്യൽ ഓംലേറ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ചീരപ്പേരി റെഡിയായി. ഇനി നമ്മളിത് ആ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഇത് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴുത്ത മാങ്ങൻ്റെ പൾപ്പ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് സുർക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ അതാ നമ്മളെ ഊണ് റെഡിയായി. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.